മുഖ്യമന്ത്രി യുവ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന് KPCC നിർവാഹക സമിതി അംഗം ജെയ്സൺ ജോസഫ്. തനിക്കെതിരെ ശബ്ദിക്കുന്ന പ്രതിപക്ഷ നിരയിലെ യുവ നേതാക്കളെ നിശബ്ദനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് KPCC നിർവാഹക സമിതി അംഗം ജെയ്സൺ ജോസഫ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം പോലീസിലെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് അതിന്റെ ഭാഗമായാണ്. ജനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനാണ് ഗവർണർക്കെതിരെ CPM സമരം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒത്തുകളിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ ടിവിയിലൂടെ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയെങ്കിലും തല്ലിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ? അവിടുത്തെ പോലീസുകാരന്റെ ഷർട്ടിന് പിടിച്ചോ? അവിടെ ഉണ്ടായിരുന്ന പോലീസ് വണ്ടിയുടെ ചില്ലിലേക്ക് കല്ലെറിഞ്ഞു? അവിടെ കൂടിയിട്ടുള്ള പോലീസ് വനിതകളായ പോലീസുകാരുടെ ഇടയിലേക്ക് കൊടി കെട്ടിയ ഏതെങ്കിലും കമ്പുകൾ അദ്ദേഹം എറിഞ്ഞു? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ക്രൈം നടത്തിയെന്ന് പറയാനോ അത് ബോധ്യപ്പെടുത്താനോ കേരള സമൂഹത്തിനോട് പറയാൻ കഴിയാതെ നിൽക്കുമ്പോ, കേരളത്തെ അപമാനിക്കുന്ന നിലയിൽ, കേരളത്തിന്റെ ജനാധിപത്യ സമരങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ബലമായി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന, സംസ്ഥാന സെക്രട്ടറി ആഷോ എന്ന് പറയുന്ന ഒരാള് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ആഷോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ എത്ര കേസ് ഉണ്ടായിരുന്നു അറിയാമോ? ആഷോയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ട് ആ സംഭവം നിലനിൽക്കുമ്പോൾ, ആ ഓർഡർ നിലനിൽക്കുമ്പോൾ SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആഷോയെ സംസ്ഥാന സെക്രട്ടറി ആക്കി. ജനങ്ങളുടെ മുമ്പിൽ അപമാനിതനായി മാറിയിരിക്കുന്നു. ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്ന് കേരളത്തിലെ SFIക്കാർക്ക് അറിയാം, CPM-നും അറിയാം. അതുകൊണ്ട് ശ്രദ്ധ തിരിച്ചുവിട്ട് ഗവർണർക്കെതിരായി ഒരു സമരം നടത്തി ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനും ആ കാര്യമുണ്ട്. MT വാസുദേവൻ നായർ, കേരളത്തിന്റെ അഭിമാനമായ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങനെ ഓച്ചാനിക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. പക്ഷെ MT നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ അഭിമാനമാണ്. മലയാളക്കരയുടെ അഭിമാനമായ MT വാസുദേവൻ നായർ ഇന്നെന്താ പറഞ്ഞത്? കോഴിക്കോട് അധികാരത്തിന്റെ ഗർവ്, അഹങ്കാരം, അത് ശരിയല്ല എന്ന് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത്. കൂടെ നമ്മുടെ പുതുമണവാളനും ഉണ്ടായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു. ഈ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ സംവിധാനമുള്ള ഈ രാജ്യത്ത് മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ പരിപാടിയോട് പ്രതിഷേധമുള്ളവർ, അത് ഒറ്റയ്ക്കായാലും കൂട്ടമായാലും പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. നമ്മൾ ആദ്യമായി കാണുന്നതല്ല ഈ പ്രതിഷേധ പരിപാടി. പ്രതിഷേധക്കാരെ കാണാൻ അദ്ദേഹത്തിന് തയ്യാറല്ല. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതോ, അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതോ, അദ്ദേഹത്തിന്റെ നയങ്ങളെ എതിർക്കുന്നതോ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. അദ്ദേഹം വേറൊരു ലോകത്താണ്. അദ്ദേഹം അധികാരത്തിന്റെ ശീതളച്ചായയിൽ മുങ്ങിത്താടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല. എ മുഹമ്മദ് ബഷീർ, KM സലീം, PP എൽദോസ്, N രമേശ്, K ഭദ്രപ്രസാദ്, എൽദോ ബാബു വട്ടക്കാവൻ, KA അബ്ദുൽ സലാം, CY ജോളിമോൻ, PM അബൂബക്കർ, ഷാൻ പ്ലാക്കുഴി, PP ജോളി, മാത്യൂസ് വർക്കി, ബിനോ കെച്ചെറിയാൻ, KK ഉമ്മർ, KA ജോർജ്, രതീഷ് ചങ്ങാലിമറ്റം, VS ജോസ്, ബിജു പുളിക്കൽ, KR ഉദയകുമാർ, PM അസീസ് പണ്ടിയാർപ്പള്ളി, S മജീദ്, എൽദോസ് P പോൾ, അനിൽ PA, മക്കാർ മംഗലത്ത്, ഷബീബ് PS, മനു ബ്ലായിൽ, ജെയ്സൺ തോട്ടം, സജി പായിക്കാട്ട്,
മിനി എൽദോ, രജിത പി, ജോളി മണ്ണൂർ, അമൽ ബാബു, ബിജു കുര്യാക്കോസ്, കെ പി എബ്രഹാം, റീന സജി, അജി സാജു, സാജു കുന്നപ്പള്ളി, ഖാദർ കടികുളം, ടി എം മുഹമ്മദ്, ടി എ കൃഷ്ണൻകുട്ടി, റിയാസ് താമരപ്പള്ളി, എം സി വിനയൻ, അരുൺ വർഗീസ്, സിബി സെബാസ്റ്റ്യൻ, ലിയോ എം എ, മുഹമ്മദ് സാബിത്ത്, സുജ ഷൈനു, എൻ എം നാസർ, നൌഷാദ് മുളവൂർ, എബി പോൾ, ഷാജി പാലപ്പുറം, സന്തോഷ് കുമാർ, ഫാസിൽ സൈനുദ്ദീൻ, മുഹമ്മദ് അൽത്താഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ TV.